കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നതിന് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ചിലപ്പോൾ ദിവസങ്ങൾക്കോ മുൻപ് ദിലീപിന്റെ ആലുവയിലെ വീട്ടിൽ സംഭവിച്ച ഒരു കാര്യമാണ്. മഞ്ജു വാര്യരും ദിലീപും തമ്മിൽ വേർപെടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് തന്നെ പറയാം. ദിലീപിന്റെ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നു. എന്നാൽ ആ മെസ്സേജുകൾ അയച്ച വ്യക്തിയുടെ പേര് വ്യക്തമാകുന്നില്ല. ഇതിനെ തുടർന്ന് നമ്പർ മാത്രം മഞ്ജുവിന്റെ കയ്യിൽ കിട്ടുന്നു. മഞ്ജുവിന് എന്ത് ചെയ്യണമെന്നറിയാതെ ചില സംശയങ്ങളുമായി നടി സംയുക്ത വർമ്മയുടെ അടുത്തും അതുപോലെ ഗീതു മോഹൻദാസിൻ്റെ അടുത്തും എത്തുന്നു. ആ പറഞ്ഞതുപോലെ ഈ നടിമാർക്ക് ചില സംശയമുള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും ഈ ഒരു ഫോണിലെ നമ്പരും ഡീറ്റെയിൽസുമായി തന്നെ അതിജീവിതയുടെ വീട്ടിലേക്ക് എത്തുന്നു. അതിജീവിത സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. ഇതോടെയാണ് മഞ്ജുവും ദിലീപും തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയത് എന്നാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം പോലും കഴിഞ്ഞ ദിവസം നടന്നത്. ശരിക്കും പറഞ്ഞാൽ കൃത്യമായ തെളിവുകളാണ് ഇതിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതായത് 8-ാം തീയതി പറയുന്ന വിധിയിൽ നിന്ന് ദിലീപിന് രക്ഷപ്പെടണമെങ്കിൽ അല്ലെങ്കിൽ ദിലീപ് കൂടുതൽ കുറ്റവാളിയാകണമെങ്കിൽ എല്ലാം തന്നെ മഞ്ജുവിൻ്റെ മൊഴി അടിസ്ഥാനത്തിലാകും എന്ന് പറയുന്നു. ഈ സംഭവങ്ങളെല്ലാം പ്രോസിക്യൂഷൻ വാദിച്ചത് സത്യമാണ് എന്ന് മഞ്ജുവിൻ്റെ മൊഴിയിൽ വന്നു കഴിഞ്ഞാൽ, കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ ദിലീപിനൊരിക്കലും ഈ കേസിൽ നിന്ന് ഊരാൻ സാധിക്കില്ല. എന്തൊക്കെ ചെയ്താലും ദിലീപിന് അതിജീവിതയുമായി പ്രശ്നങ്ങൾ ഉള്ളതായി തന്നെ സ്ഥാപിക്കപ്പെടും. ഇനി ശരിക്കും ദിലീപ് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അതിജീവിതയുമായി ദിലീപിന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പലർക്കും ഈ മാധ്യമങ്ങൾക്കുള്ളിൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് സിനിമ ഇൻഡസ്ട്രിയുടെ ഉള്ളിൽ തന്നെ ഇതറിയുന്ന കാര്യമാണ്. അതിജീവിതയാണ് മഞ്ജുവിനോട് കാവ്യയുമായി ദിലീപിൻ്റെ ബന്ധം പറഞ്ഞു കൊടുത്തത് എന്നതുപോലും പലപ്പോഴും വന്ന വാർത്തയായിരുന്നു. പലരുടെയും സംശയമായിരുന്നുവെങ്കിലും പിന്നാലെ ഇത് സത്യമായി തെളിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ഇതൊന്നും ആരടുത്തും പറയാതെ മഞ്ജു മാത്രമാണ് ബന്ധം വേർപെടുത്തി പുറത്തേക്ക് പോയത്. മഞ്ജു ബന്ധം വേർപെടുത്തി പുറത്തേക്ക് പോയപ്പോൾ ആളുകളെല്ലാം ഇത് ഊഹിക്കാനും പറയാനും തുടങ്ങി. ഇതോടെ അതിജീവിതയോട് ദിലീപിന് ദേഷ്യം കയർത്തു. ഇതായിരുന്നു പ്രശ്നമെന്നാണ് ഇപ്പോൾ പല മാധ്യമങ്ങളും എഴുതി ചേർക്കുന്ന വാക്കുകൾ. ശരിക്കും പറഞ്ഞാൽ മഞ്ജു അന്ന് ദിലീപിൻ്റെ ഫോണിൽ സംശയാസ്പദമായി കണ്ട മെസ്സേജുകൾ തന്നെയാണ് യഥാർത്ഥ കാരണം. നമ്പർ മാറ്റി സേവ് ചെയ്തിരുന്നു ദിലീപ്. അതിനുള്ള തെളിവുകൾ തന്നെ ഇപ്പോൾ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുന്നു. പല പേരുകൾ, അതായത് കാവ്യയുമായി ബന്ധമില്ലാത്ത പല പേരുകളുമായിട്ടായിരുന്നു ദിലീപ് സേവ് ചെയ്തത്. ഒരു കള്ളവുമില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും കള്ളപ്പേരിൽ ഒരു ദിലീപിന് കാവ്യയുടെ പേര് സേവ് ചെയ്യേണ്ട കാര്യമില്ല. അതുതന്നെയാണ് പ്രധാന കാര്യം. മഞ്ജു അങ്ങനെ ആരുടെയും ഫോണുകൾ നോക്കുന്നൊരു വ്യക്തിയല്ല, റൂമറുകൾ വിശ്വസിക്കുന്നൊരു വ്യക്തിയല്ല. പക്ഷേ ഇതെല്ലാം മഞ്ജുവിൻ്റെ കണ്ണിൽ ചെന്ന് പെടുകയും ചെവിയിൽ ചെന്ന് പെടുകയും ഒക്കെ ആയിരുന്നു. അവസാനം മെസ്സേജുകൾ കൈയോടെ കിട്ടിയപ്പോഴായിരുന്നു മഞ്ജു ഇതെല്ലാം വിശ്വസിച്ചിരുന്നത്. അതിനു മുൻപ് വരെയും ദിലീപിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞാലും വിശ്വസിക്കാത്തൊരു ഭാര്യ തന്നെയായിരുന്നു മഞ്ജു വാര്യർ. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.